അള്ള തന്ന ജീവനല്ലേ, അത് കളയാൻ, അത് ഏറ്റെടുക്കാൻ അള്ളാഹ്ക്ക് മാത്രമേ അവകാശമുള്ളൂ. ആത്മഹത്യ പോലും ഞങ്ങൾ ചിന്തിക്കുന്നില്ല. മുന്നോട്ട് പോകാൻ വഴിയില്ല. മനസ്സിൽ മനുഷ്യത്വമുള്ള ആളുകളുടെ ഹൃദയം തകർക്കുന്ന വല്ലാത്തൊരു സങ്കടവും പ്രയാസവുമാണ് പ്രിയപ്പെട്ടവരെ ഞാൻ നിങ്ങളെ മുമ്പിലേക്ക് അവതരിപ്പിക്കുന്നത്. കൊല്ലം ജില്ലയിലെ കുളത്തൂപ്പുഴ പഞ്ചായത്തിലെ മൈലമൂട്ടിലെ പ്രിയപ്പെട്ട 37 വയസ്സ് മാത്രം പ്രായമുള്ള നിസാം എന്ന് പറയുന്ന പ്രിയപ്പെട്ട സഹോദരന്റെ ഇരുവൃക്കുകളും തകരാറിലായി വല്ലാത്ത പ്രയാസത്തിലേക്ക് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ 1300ഓളം ഡയാലിസിസുകൾ, ഇഞ്ചക്ഷൻ തുടർച്ചയായി, ഒരു സൂചി കുത്താൻ പോലും ഇടമില്ലാത്ത ഒരു മനുഷ്യ ശരീരം, 6 തവണ ഞരമ്പ് പൊട്ടി, ഞരമ്പ് കിട്ടാത്തതിന്റെ പേരിൽ, ബ്ലോക്ക് ആയതിന്റെ പേരിൽ കഴുത്തിൽ 6 തവണ സർജറി നടത്തേണ്ടി വന്ന, സർജറിക്ക് വിധേയമാവേണ്ടി വന്ന ഒരു സഹോദരൻ, നെഞ്ചിലും വയറ്റിലും തുടയിലും കൈകളിലുമെല്ലാം സർജറികൾ നടത്തി ഇന്നോളം പ്രയാസത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രിയപ്പെട്ട സഹോദരൻ, ഈ നാടിന്റെ കലാകായിക രംഗങ്ങളിൽ, സാമൂഹ്യ രംഗങ്ങളിൽ പുതിയ തലമുറയെ കൈപിടിച്ചുയർത്തിയ പ്രിയപ്പെട്ട സഹോദരൻ, ഈ നാടിന്റെ വോളിബോൾ രംഗത്ത്, കായിക രംഗത്ത് ഒരുപാട് പേർക്ക് ആശ്വാസം നൽകിയ ഒരു പ്രിയപ്പെട്ടവൻ. എനിക്ക് ശരീരത്തിൽ ഇനി കുത്താനായിട്ട് സ്ഥലമില്ല, ഞരമ്പുകളെല്ലാം ബ്ലോക്കാണ്, എല്ലാം പൊട്ടിയതായിരിക്കുന്നു. എനിക്കിനി വേറെ ഒരു മാർഗമില്ല. നിങ്ങൾ എല്ലാവരും എന്നെ സഹായിക്കണം. എനിക്കിനി ഓപ്പറേഷൻ ചെയ്തെങ്കിലും ജീവിക്കാൻ പറ്റത്തുള്ളൂ, വേറെ മാർഗമില്ല. നിസാം എന്ന് പറയുന്ന സഹോദരൻ കിടക്കുന്ന വീട്ടിലെ അടുത്ത മുറിയിലെ ഒരു വല്ലാത്തൊരു ദുരവസ്ഥ പ്രിയപ്പെട്ടവരുടെ മുമ്പിൽ ഞാൻ കാണിക്കാണ് കേട്ടോ. പ്രിയപ്പെട്ട നിസാമിൻ്റെ സഹോദരിയാണ് റജീന. ജന്മന വൈകല്യം അനുഭവപ്പെട്ട് ഇത്രയും കാലമായിട്ട് ഒരേ കിടപ്പ്. പ്രിയപ്പെട്ടവരെ, ഈ പൊന്നുമോൾ ഇവിടെ വന്ന സമയത്താണ് ഞാൻ അറിഞ്ഞത് ഇപ്പൊ ചെല്ലിയത് ദിക്റാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദു റസൂലുള്ള എന്നുള്ള ആ ദിക്റാണ്, അള്ളാഹുവിൻ്റെ പേരിലുള്ള ദിക്റാണ് ചെല്ലിയത്. ഇവിടെ വന്ന സമയത്താണ് ഉമ്മ പറഞ്ഞത്, ഉമ്മയുടെ കൂടെ റംസാൻ വ്രതം എടുക്കുന്ന പ്രിയപ്പെട്ട മോളാണ്, നോമ്പെടുക്കുന്ന പ്രിയപ്പെട്ട മോളാണ്. ഈ പൊന്നുമോളുടെ ഹൃദയം നിഷ്കളങ്കയായിട്ടുള്ള ഈ പൊന്നുമോളുടെയൊക്കെ അവസ്ഥയിൽ ഒരു രക്ഷകനായി നിൽക്കേണ്ട പ്രിയപ്പെട്ട നിസാമാണ്. നിങ്ങൾ കൈവിട്ട് കളയരുത് കേട്ടോ. പോട്ടെട്ടാ. ഇനി എങ്ങും കൊണ്ടുപോകാനില്ല, ശരീരത്തിൽ ഞരമ്പ് പോലും ഇനിയില്ല, ഒരു സർജറി ചെയ്യാൻ പോലും മാറ്റി വെക്കാൻ അല്ലാതെ വേറെ ഒരു നിവർത്തി നമുക്കില്ല. പടച്ചവനോർത്ത് ആരും കൈവടിയല്ലേ, നമ്മളെ സഹായിക്കണേ. എൻ്റെ കുടുംബത്തെ കൈവെട്ടല്ലേ, എൻ്റെ പൊന്നമോനെ എൻ്റെ വാപ്പാന്ന് വിളിക്കാനെങ്കിലും നിങ്ങൾ തിരിച്ചു തരണേ. പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും അസ്സലാമു അലൈക്കും, നമസ്കാരം. ഞാൻ അഡ്വക്കേറ്റ് ഷമീർ കുന്നമംഗലമാണ്. 50 ലക്ഷം രൂപ ഈ സഹോദരന്റെ ജീവൻ രക്ഷിക്കാൻ ഇന്നോളം ചെലവാക്കി കഴിഞ്ഞിട്ടുണ്ട്. 1300ഓളം ഡയാലിസിസുകൾ, നിരവധിയായിട്ടുള്ള സർജറികൾ, ഓപ്പറേഷൻ ചെലവുകൾ, മറ്റുള്ള വലിയ ദുരന്തങ്ങൾ സംഭവിച്ചപ്പോ ഈ നാട് ഒറ്റക്കെട്ടായി നിന്ന് ഇന്ന് ഇവരുടെ കൈകളിൽ ഇത് നിൽക്കില്ല എന്ന ഉത്തമ ബോധ്യമുള്ളത് കൊണ്ടാണ്, നന്മയുള്ള നാടായതുകൊണ്ടാണ്, കൊല്ലമായിരുന്നിട്ടും കൂടി ഇത് ഞാൻ മലബാറിലെ ഏതെങ്കിലും ജില്ലയിലായിരുന്നു ഈ സങ്കടം കാണിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ 1 മണിക്കൂറുകൾ കൊണ്ട് തന്നെ മലബാറിലെ പ്രവാസികളുടെ ഗ്രൂപ്പുകളിലേക്ക് ഇതെത്തുമായിരുന്നു. ഇത് കൊല്ലം ജില്ലയാണ്. എൻ്റെ പ്രവാസികളെ, ഇവിടെ പ്രവാസികൾ കുറവുള്ള നാടാണ്, പ്രവാസികൾ വളരെ കുറഞ്ഞ ജില്ലയാണ്. ഇത് കാണുന്ന പ്രവാസി സഹോദരങ്ങൾ, നിങ്ങളൊന്ന് സഹായിക്കണേ, നിങ്ങളൊരു 10 രൂപയെങ്കിലും സഹായിക്കണേ. ഇടിഞ്ഞു പൊളിഞ്ഞ് വിയാറായ ഒരു വീട്ടിൽ ഒരു കുടുംബത്തിന്റെ അത്താണി. എനിക്ക് എൻ്റെ ഉമ്മാക്ക് ബാബച്ചല്ലാതെ വേറെ ആരുമില്ല, എല്ലാവരും നമ്മളെ സഹായിക്കണം. ഒരാഴ്ചയിൽ 3 ദിവസം ഡയാലിസിസ് ഉണ്ട്, അതിന് പോലും നമ്മളെ പൈസ ഇല്ല. 15 വയസ്സുള്ള പ്രിയപ്പെട്ട മുഹമ്മദ് റൌഫ് എന്ന് പറയുന്ന പ്രിയപ്പെട്ട മകനിലാണ് പ്രതീക്ഷ. നിങ്ങൾ ആലോചിച്ച് നോക്ക്, നമ്മുടെ വീട്ടിലുള്ള നമ്മുടെ കുട്ടികൾ സന്തോഷത്തോടു കൂടി നിൽക്കുമ്പോ
കോളേജുകളിലും സ്കൂളുകളിലും പോകുമ്പോൾ എത്രമാത്രം സങ്കടത്തോടു കൂടിയാണ് ഈ പൊന്നുമോൻ ഈ വീട്ടിൽ നിന്ന് സ്കൂളിലേക്ക് പോകുന്നത്. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഈ മോന്റെ സങ്കടം ഓർത്തെങ്കിലും നമ്മളെ കുടുംബത്തിലെ കുട്ടിയെ പോലെ കണ്ട്, നമ്മുടെ മകനെ പോലെ കണ്ട് ഒന്ന് സഹായിക്കാൻ എല്ലാവരും മുന്നോട്ട് വരും. ഒരുപാട് ആളുകളുടെ ജീവിതങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഒരുപാട് ആളുകൾ മരണപ്പെട്ടു പോയിട്ടുണ്ട്. ഒരു സംശയമില്ലാതെ പറയാം, പണമില്ലെങ്കിൽ, പണം കിട്ടാത്തതിന്റെ പേരിൽ, പണമില്ലാത്തതിന്റെ പേരിൽ ഈ സഹോദരന്റെ ജീവൻ അപകടത്തിലാണ്. 100% ഗുരുതരമായി തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഒരു 10 രൂപ പ്രിയപ്പെട്ടവരെ, ആ 10 രൂപ ഈ പ്രിയപ്പെട്ട സഹോദരന്റെ ജീവൻ രക്ഷിക്കും. പലരും പറഞ്ഞു കേട്ടത് 4 തവണ വെന്റിലേറ്ററിലായ പ്രിയപ്പെട്ട സഹോദരൻ രക്തം ബ്ലീഡിംഗ് വന്ന് ഞരമ്പ് കിട്ടാത്തതിന്റെ പേരിൽ പലപ്പോഴും ഞരമ്പ് പൊട്ടി ആ ചോര രക്തം വീട്ടിൽ തളം കെട്ടി നിൽക്കുമ്പോൾ ഒരുപാട് തവണ ഹോസ്പിറ്റലിൽ പോയി ഡോക്ടർ തന്നെ വിധി എഴുതി, വൈദ്യശാസ്ത്രം തന്നെ പറഞ്ഞ് ഈ ആളുകളെ വിളിച്ചു പറഞ്ഞ് നിങ്ങൾക്ക് ഈ സഹോദരനെ കാണാം, കാണേണ്ട ആളുകൾക്ക് കാണാം, അദ്ദേഹത്തിന്റെ ജീവൻ അപകടത്തിലാണ്. 4 തവണ ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന ഒരു അത്ഭുത മനുഷ്യനായിട്ട് നിൽക്കുന്ന പ്രിയപ്പെട്ട സഹോദരൻ. മലബാറിന്റെ മണ്ണിൽ നിന്ന് മണിക്കൂറുകൾ യാത്ര ചെയ്ത് ഞാൻ ഇവിടെ എത്തിയത് ഈ സങ്കടം ഒപ്പിയെടുത്ത് എനിക്ക് നിങ്ങളെ മുമ്പിൽ അവതരിപ്പിക്കാനേ സാധിക്കൂ. സഹായിക്കേണ്ടത് നിങ്ങളാണ്, മനസാക്ഷി ഉണരേണ്ടത് നിങ്ങളാണ്. സങ്കടം കേൾക്കുമ്പോൾ എൻ്റെ സഹോദരനാണ് അല്ലെങ്കിൽ എൻ്റെ വീട്ടിലെ ഒരാളാണ് എന്ന് കാണിച്ച് നിങ്ങൾ സഹായിക്കുമ്പോൾ മാത്രമേ ഉള്ളൂ ഇത്രയും കാലം ഓരോ കുടുംബങ്ങളെയും ചേർത്ത് പിടിച്ചത്. ഓരോ കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന സമയത്തും നിങ്ങളാണ് ഓരോ ജീവനുകൾക്കും ആശ്വാസം പകർന്നത്. 1 രൂപ പോലും പൊതുസമൂഹത്തിന്റെ 1 രൂപ പോലും അവിഹിതമായിട്ടോ അന്യാധീനമായിട്ടോ പോവാൻ പാടില്ല. ഈ കമ്മിറ്റി കൃത്യമായി ഓഡിറ്ററിനെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, നിയമിച്ചിട്ടുണ്ട്. ഈ നാട്ടിലെ ക്രമസമാധാന പാലനത്തിന്റെ ഉത്തരവാദിത്തമുള്ള പോലീസുകാർ നമ്മുടെ ഈ വീഡിയോയിൽ സങ്കടത്തിന്റെ മുമ്പിൽ നിങ്ങളുടെ കൂടെയുണ്ട്. മഹല്ല് കമ്മിറ്റിയുണ്ട്, പള്ളി കമ്മിറ്റിയുണ്ട്, രാഷ്ട്രീയ നേതാക്കന്മാരുണ്ട്. എല്ലാവരും ഒറ്റക്കെട്ടായിട്ടാണ് നിൽക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളൊന്നൊരു സങ്കടം കൂടി കേൾക്കണേ. പ്രിയപ്പെട്ട ആ സഹോദരന്റെ പ്രിയപ്പെട്ട ഉമ്മയുടെ ജോലി നിങ്ങൾക്കറിയണ്ടേ? പ്രസവ ശുശ്രൂഷയ്ക്ക് വേണ്ടി മറ്റുള്ള വീടുകളിൽ ആ പ്രസവിക്കുമ്പോൾ ആ കുട്ടികളുടെ പരിപാലനത്തിന് വേണ്ടി പോകുന്ന ഒരു ഉമ്മ. എത്രമാത്രം ഗൗരവകരമാണ്, എത്രമാത്രം ഗുരുതരമാണ് ആ സഹോദരന്റെ വിഷയം എന്നുള്ളത് പ്രിയപ്പെട്ട ഈ മണ്ണിന്റെ ഇന്ത്യയിലെ ഏറ്റവും അറിയപ്പെടുന്ന പാർലമെന്റേറിയൻ കൂടിയായിട്ടുള്ള പ്രേമേന്ദ്രൻ സാർ നമ്മളോട് സംസാരിച്ചു. 1300 ഡയാലിസിസ് കഴിഞ്ഞ ഇരുവൃക്കകളും തകരാറിലായിട്ടുള്ള ഒരു യുവാവാണ് നിസാം. കുളത്തൂപ്പുഴയിൽ മൈലമൂട് പ്രദേശത്ത് താമസിക്കുന്ന നിസാം. അദ്ദേഹത്തിൻ്റെ ഇരുവൃക്കകളും മാറ്റിവെച്ചുകൊണ്ടുള്ള ശസ്ത്രക്രിയ നടത്തി ചികിത്സ പൂർത്തിയാക്കണമെന്നുണ്ടെങ്കിൽ ഏതാണ്ട് 30 ലക്ഷത്തിലധികം രൂപ ചെലവ് വേണ്ടിവരുമെന്നാണ് സംഘാടകരായിട്ടുള്ള ഇതിൻ്റെ സഹായ സമിതിയുടെ പ്രവർത്തകർ ഞങ്ങളോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. ജീവകാരുണ്യ രംഗത്ത്, പ്രവർത്തന രംഗത്ത് ഉജ്ജ്വലമായ മാതൃകയെന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന, സുതാര്യതയോടുകൂടി ഈ കാര്യങ്ങൾ നിർവഹിക്കണമെന്നുള്ള നിർബന്ധിത താല്പര്യം ഉയർത്തിപ്പിടിക്കുന്ന, ഓരോ വീഡിയോ ചെയ്യുമ്പോഴും അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ഓഡിറ്റേഴ്സിനെ വെച്ചുകൊണ്ട് ഓഡിറ്റ് ചെയ്ത് ജനങ്ങളുടെ മുമ്പിൽ സുതാര്യതയോടുകൂടി അവതരിപ്പിക്കുന്ന ഷമീർ കുന്നമംഗലം ഇത്തരത്തിലൊരു സംരംഭവുമായി ഞാൻ ആവശ്യപ്പെട്ടതനുസരിച്ച്, അഭ്യർത്ഥിച്ചതനുസരിച്ച് ഇത്തരത്തിലൊരു വീഡിയോ ചെയ്തിട്ടുള്ളത്. മുഴുവൻ നല്ല മനസ്സുകളോടും ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കുന്നു, ജീവകാരുണ്യപരമായിട്ടുള്ള ഈ സംരംഭത്തിൽ നിസാമിൻ്റെ സഹോദരിയെ നിങ്ങൾ ആ വീഡിയോ സംപ്രേക്ഷണത്തിൽ ശ്രദ്ധിക്കും, അല്ലെങ്കിൽ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. ആ പ്രിയപ്പെട്ട സഹോദരിയുടെ അവസ്ഥ ഉൾപ്പെടെ ആ കുടുംബത്തിൻ്റെ ദാരുണമായ പ്രത്യേക പശ്ചാത്തലം കൂടി പരിഗണിച്ചുകൊണ്ട് നിർലോഭമായ സഹായം ഈ ചികിത്സയുമായി ബന്ധപ്പെട്ടുണ്ടാകണമെന്ന് വിനയപുരസ്സരം അഭ്യർത്ഥിക്കുന്നു. എന്റെ മലബാറിലെ പ്രിയപ്പെട്ട ആളുകൾ, മറ്റു ജില്ലയിലെ പ്രവാസി സുഹൃത്തുക്കൾ, കൂട്ടായ്മയിലുള്ള ആളുകൾ, പ്രത്യേകിച്ച് കൊല്ലത്തുള്ള പ്രവാസികൾ, കൊല്ലത്തെ കൂട്ടായ്മയിലുള്ള ആളുകൾ, നിങ്ങളൊന്ന് മനസ്സൊന്ന് ഉണരണേ. ഈ സഹോദരനെ രക്ഷിക്കണേ. നാളെ എന്തെങ്കിലും വേദന നമ്മൾ കേൾക്കേണ്ടി വന്നാൽ, നമ്മൾ സങ്കടം കേൾക്കേണ്ടി വന്നാൽ, ഒരു സങ്കടം നിറഞ്ഞ വാർത്ത കേൾക്കേണ്ടി വന്നാൽ, ഞാൻ കണ്ടിട്ടും, ഞാൻ ഈ വീഡിയോ കണ്ടിട്ടും, ഈ സഹോദരന്റെ പച്ചയായ യാഥാർത്ഥ്യം ഞാൻ എൻ്റെ മുമ്പിലൂടെ, എൻ്റെ മൊബൈലിലൂടെ ഞാൻ കണ്ടിട്ടും ഒരു 10 രൂപ പോലും എനിക്ക് സഹായിക്കാൻ സാധിച്ചില്ലല്ലോ, ഞാൻ അവഗണിച്ചു കളഞ്ഞല്ലോ, ഞാൻ കാണാതെ പോയല്ലോ, എൻ്റെ കയ്യിൽ പടച്ച റബ്ബ് തന്നിട്ടുള്ള വരുമാനത്തിൽ നിന്ന് ഒരു 100 രൂപയെങ്കിലും ആ സഹോദരന് കൊടുക്കാതെ പോയല്ലോ എന്ന് ദുഃഖിക്കുന്നതിന് പകരം ഇപ്പം നൽകണം. നിങ്ങൾ ആ കൂര കണ്ട ഒരു ഷെഡിലാണ്, സ്ട്രോങ് ആയിട്ടുള്ള KV ലൈനിന്റെ അടിയിലാണ് ഈ വീട് നിൽക്കുന്നത്. എന്തോര പ്രയാസത്തിലായിരിക്കും, എന്തോര സങ്കടത്തിലായിരിക്കും ഈ കുടുംബം മുന്നോട്ട് പോകുന്നത്. എന്തുകൊണ്ടും അർഹതയുള്ള ഒരു വ്യക്തിയാണ് ശ്രീ നിസാം. അദ്ദേഹത്തിൻ്റെ ജീവൻ നിലനിർത്താൻ ഇനി ആവശ്യമായി വരുന്ന ഏകദേശം 10-35 ലക്ഷത്തോളം രൂപ കേരളത്തിലെ ഈ നാട്ടിലുള്ള നിങ്ങൾ സുമനസ്സുകൾ, നിരവധിയായ പ്രവർത്തനങ്ങൾക്ക് ഷമീർ കുന്നമംഗലത്തിനൊപ്പം നിന്ന ഈ നാട്ടിലെ സുമനസ്സുകൾ തീർച്ചയായും ഈ നിസാമിനൊപ്പം നിൽക്കുമെന്ന് കുളത്തൂപ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയിൽ ഞാൻ പ്രത്യാശിക്കുന്നു. കൊല്ലം ജില്ലയിലെ മലയോര ഗ്രാമപ്രദേശമായ കുളത്തൂപ്പുഴയിൽ നിസാം എന്ന് പറയുന്ന ഒരു സഹോദരനും സംഭവിച്ചിരിക്കുന്ന 2 കിഡ്നിയും തകർന്ന ഒരു നിലയിലാണ്. എല്ലാ ജനങ്ങളും
ഈ വീഡിയോ കാണുന്ന എല്ലാവരും സഹായിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. എൻ്റെ പേര് CMA സനൽ സ്വാമിനാഥൻ, പ്രാക്ടീസിങ് കോസ്റ്റ് അക്കൗണ്ടൻ്റ് ആണ്. ഈ നിസാമുക്കയ്ക്ക് വേണ്ടിയിട്ടുള്ള ഈ ജനകീയ കൂട്ടായ്മയുടെ ഇതിലെ ഓരോ തുകയും CMA സനൽ ആൻഡ് അസോസിയേറ്റ്സിൻ്റെ പേരിൽ വ്യക്തമായി ഓഡിറ്റ് ചെയ്ത് വളരെ സുതാര്യമായി ജനകീയ കൂട്ടായ്മയുടെ മുമ്പിൽ, ജനകീയ സദസ്സിന് മുമ്പാകെ അവതരിപ്പിക്കുന്നതായിരിക്കും. ഈ സഹോദരനെ എല്ലാ നിലയിലും എല്ലാവരും ഈ സൈബർ ഇടങ്ങളിൽ സാന്നിധ്യമുള്ളതും അല്ലാത്തതുമായ എല്ലാ സഹോദരങ്ങളും പരമാവധി അകമഴിഞ്ഞ് സഹായിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുക. നമുക്കെല്ലാം ഒരുമിച്ച് കൈകോർത്താൽ പ്രിയപ്പെട്ട നിസാമിനെ ജീവിതത്തിലേക്ക്, ആ കുടുംബത്തെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റും. നിങ്ങളെല്ലാം അതിൽ സഹകരിക്കും എന്ന് ഉറച്ച് വിശ്വസിക്കുന്നു. നമുക്ക് ഒരുമിച്ച് ഒരു ജീവനെ ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരാം. ഞാൻ കുളത്തൂപ്പുഴ പഞ്ചായത്തിലെ നിസാം താമസിക്കുന്ന പ്രദേശം ഉൾപ്പെടുന്ന വാർഡിലെ മെമ്പറാണ്. എൻ്റെ പേര് സാബു എബ്രഹാം എന്നാണ്. ബഹുമാനപ്പെട്ട ഷമീർ കുന്നമംഗലം അടക്കം സൂചിപ്പിച്ചതുപോലെ അദ്ദേഹത്തിന് പൂർണ്ണാരോഗ്യത്തോടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ അദ്ദേഹത്തിന് അത്യാവശ്യമായ ഓപ്പറേഷൻ വേണം. നമുക്ക് എല്ലാവർക്കും ഒറ്റക്കെട്ടായി ഈ സംരംഭത്തിന് അണിനിരക്കാം. പ്രിയപ്പെട്ട പ്രവാസികളായ കൂട്ടുകാരും അതുപോലെ നമ്മുടെ മറ്റ് സഹോദരങ്ങളും നമ്മുടെ നാട്ടുകാരും പിന്നെ കേരളത്തിലുള്ള എല്ലാവരും തന്നെ പരിപൂർണമായി അദ്ദേഹത്തെ സഹായിച്ചാൽ മാത്രമേ മുന്നോട്ട് പോകാൻ. ഈ നിസാമിനെ തിരിച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടി എല്ലാവരുടെയും സഹായ സഹകരണം. 37 വയസ്സാണ് ആയത്. എൻ്റെ കുട്ടിയെ നിങ്ങൾ രക്ഷിക്കണമെന്ന് ഞാൻ നിങ്ങളോട് പറയണം, എല്ലാവരോടും. ഇത്രയും കാലം നിസാമിൻ്റെ ജീവൻ നിലനിർത്തിയത് ഈ നാടാണ്. ഒരു മാർഗവുമില്ലാത്തതിൻ്റെ പേരിലാണ് ജനങ്ങളെ മുമ്പിൽ കൈ ഉയർത്തുന്നത്. പ്രിയപ്പെട്ട നിസാമിൻ്റെ ഭാര്യ ഷെറീനയുടെ പേരിലുള്ള അക്കൗണ്ടും ഗൂഗിൾ പേയുമാണ് വെച്ചിട്ടുള്ളത്. നിങ്ങൾ സഹായിക്കണം. ഓരോ രൂപയും പറ്റുന്ന ആളുകളൊക്കെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് നിങ്ങളെ സ്കൂൾ കോളേജ് ഗ്രൂപ്പിലേക്ക് എത്തിച്ചുകൊണ്ട് നിങ്ങൾ ഈ വലിയ ദൗത്യത്തിൽ കൂടെ ഉണ്ടാവണമേ എന്ന് വളരെ വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്.